ഹലോ, നമ്മുടെ വിങ്ക പ്ലാനിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഓൺലൈൻ വഴി മേടിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും നേരിട്ട് മേടിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും പരമാവധി ഇതുപോലെ മണ്ണ് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്ലാന്റ് നട്ടുവെക്കാറുള്ളത്. ചെറിയ സൈസ് പോട്ടിലായിരിക്കും ഞാൻ പ്ലാന്റ് നടാറുള്ളത്. അതിനുശേഷം പ്ലാന്റ് ഹെൽത്തി ആയി എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടാറുള്ളൂ. അതിനായിട്ട് പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് 2 കപ്പ് മണ്ണ്, അതുപോലെ 1 കപ്പ് കമ്പോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കൊക്കോപീറ്റ്, അതുപോലെ പെർലൈറ്റ് 1/2 കപ്പ്. പിന്നെ ഫംഗിസൈഡായിട്ട് സാഫ് ഉപയോഗിക്കുന്നുണ്ട്. വിങ്ക പ്ലാന്റിൻ്റെ ഏറ്റവും നല്ല ഫംഗിസൈഡ് എന്ന് പറയുന്നത് സാഫാണ്. ഞാനിവിടെ ആഴ്ചയിൽ 1 തവണ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ സാഫ് എന്നുള്ള അളവിലെടുത്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എപ്പോഴും പോട്ടി മിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള പോട്ടി മീഡിയ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. അഥവാ നനവായിട്ട് ഇരിക്കുകയാണ്, ചെറിയൊരു നനവൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇതുപോലെ ചെറിയൊരു പോട്ടിൽ 1/4 ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം നമ്മുടെ ചെടി ഡാമേജ് ഒന്നും പറ്റാതെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. എപ്പോഴും ചെടിയുടെ മണ്ണിൻ്റെ മുകൾ ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ പ്ലാന്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഫംഗസ് ബാധയിൽ നിന്നും പ്ലാന്റിനെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ള എല്ലാ പ്ലാന്റുകളും ഇതേ രീതിയിലാണ് പോട്ട് ചെയ്യാറുള്ളത്. ഇത്രയും ചെറിയൊരു പോട്ട് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ റൂട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഞാൻ വലിയൊരു പോട്ടിലേക്ക് പ്ലാന്റ് മാറ്റി നടാറുള്ളൂ. പരമാവധി വളങ്ങളൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കാറില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയാണെങ്കിൽ DAP അല്ലെങ്കിൽ 19-19-19 നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം മാത്രം അതിൻ്റെ കിടക്കലായിട്ട് ഒഴിച്ചു കൊടുക്കും. അത് അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് വെള്ളം കൊടുത്തത്. ഇതുപോലെ എന്നിട്ട് ഷെയ്ഡിലേക്ക് വെക്കും. അതുപോലെ ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഇതൊരു ഹാങ്ങിങ് വിങ്കയാണ്, ഇതൊരു അപ്രൈറ്റ് വിങ്കയാണ്. കണ്ടോ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സമയമായിട്ടുള്ള പ്ലാന്റുകളാണ്. എന്നാലും ഇതിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. വെള്ളം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചട്ടി നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് ശ്രദ്ധിക്കണം. ഡ്രൈ ആയാൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ ഈ ചെടിക്ക് വരുന്നൊരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇലയുടെ അടിയിലായിട്ട് അല്ലെങ്കിൽ തണ്ടിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു വാട്ടം കാണാം. ചിലതിൽ മാത്രം ആ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡും കാണാം. അങ്ങനെ വരുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പരട്ടി കൊടുക്കാം. അതുപോലെ ഇലയുടെ തുമ്പത്തായിട്ട് ജസ്റ്റ് ഒരു ചീച്ചിൽ പോലെ കാണാം. അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിങ്ക പ്ലാന്റിൻ്റെ കെയറിങ് എന്ന് പറയുന്നത്.